പോടാ പുല്ലേ. പറയുന്നത് ഞാനല്ല കേട്ടോ, ഹമാസാണ് പറഞ്ഞത്. അമേരിക്കയുടെ നിയുക്ത പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനോടാണ്. ഡൊണാൾഡ് ട്രംപ് അമേരിക്കയുടെ നിയുക്ത പ്രസിഡന്റ് ആകുമെന്ന് ഉറപ്പായപ്പോൾ കുറെ ഗിമിക്സുകൾ കാണിച്ചു. ഹമാസിനെ താൻ അധികാരം ഏൽക്കുന്നതിന് മുമ്പ് ഉന്മൂലനം ചെയ്യണം എന്ന് ഇസ്രായേലിനോട് ഡൊണാൾഡ് ട്രംപ് ആവശ്യപ്പെട്ടു. അങ്ങനെ ഉന്മൂലനം ചെയ്തില്ലെങ്കിൽ അമേരിക്കൻ സൈന്യം ഗസയിലെത്തുമെന്നും ഹമാസിനെ തകർക്കുമെന്നും ഒക്കെ പറഞ്ഞു കളഞ്ഞു ട്രംപ്. യഥാർത്ഥത്തിൽ അമേരിക്കൻ സൈന്യം മുമ്പ് എത്തിയതാണല്ലോ ഗസയിൽ. ഗസയുടെ തുരങ്കങ്ങളിൽ കയറി തുരങ്ക യുദ്ധത്തിൽ വിദഗ്ധരായ അമേരിക്കൻ സൈന്യം അവിടെ എത്തിയിരുന്നു. അത് ഞങ്ങൾ മുമ്പ് റിപ്പോർട്ടും ചെയ്തിരുന്നു. ആ അമേരിക്കൻ സൈന്യം 8 നിലയിൽ പൊട്ടി പാളീസാകുന്ന കാഴ്ചയാണ് ഗസയിലെ തെരുവുകളിൽ കണ്ടത്. ഹമാസിന്റെ തുരങ്കങ്ങൾ, അവരുടെ ഭൂഗർഭ അറകൾ, അതൊന്നും കണ്ടെടുക്കാൻ അമേരിക്കയുടെ പ്രത്യേക പരിശീലനം സൃഷ്ടിച്ച സൈനികർക്ക് കഴിഞ്ഞില്ല. അതിനുശേഷം അമേരിക്ക സൈനികരെ കൂടുതൽ അയക്കാറില്ല കരയുദ്ധത്തിന്. വ്യോമാക്രമണത്തിനൊക്കെ കൂടെ നിൽക്കുമെങ്കിലും ഈ കരയുദ്ധത്തിൽ എത്തിക്കഴിഞ്ഞാൽ പൊള്ളും, കൈ നന്നായി പൊള്ളും. അത് അമേരിക്ക അറിഞ്ഞതുകൊണ്ട് അമേരിക്ക കുറച്ചു കാലമായി തങ്ങളുടെ സൈനികരെ ഗസയിലേക്ക് അയക്കാറില്ല. പക്ഷേ ഈ ഡൊണാൾഡ് ട്രംപ് ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത്, താൻ അധികാരമേൽക്കുന്നതിന് മുമ്പ് ഗസയെ പരിപൂർണമായി കീഴടക്കണം. ഗസയെ പരിപൂർണമായി കീഴടക്കുക മാത്രമല്ല, ഹമാസിനെ ഉന്മൂലനം ചെയ്യണം. അല്ലെങ്കിൽ യുദ്ധത്തിന് ഇറങ്ങുക അമേരിക്കയായിരിക്കും. അത് ട്രംപ് പറഞ്ഞത് വലിയൊരു വിവാദമായി മാറി. ഈ ഹമാസ് എന്ന് പറയുന്നത് ഈ വലിയ ലോകം എല്ലാം ഉറ്റുനോക്കുന്ന ഒരു സേനയൊന്നുമല്ല. ചെറിയ ഗസ എന്ന് പറയുന്ന ചെറിയൊരു പ്രദേശത്ത് രൂപം കൊണ്ട ഒരു സേനയാണ്. ഗസയുടെയും പലസ്തീൻ്റെയും സ്വാതന്ത്ര്യത്തിനു വേണ്ടി പോരാടുന്ന ഒരു സേന. ആ സേനയെ താൻ അധികാരത്തിലേറുന്നതിന് മുമ്പ് നശിപ്പിക്കണമെന്നാണ് ഇസ്രായേലിനോട് നമ്മുടെ ട്രംപ് പറഞ്ഞിരിക്കുന്നത്. ട്രംപിനോട് ഹമാസ് പറഞ്ഞ വാക്കുകളും ശ്രദ്ധേയമാണ്. ഹമാസിന്റെ ഔദ്യോഗിക വക്താവ് പറഞ്ഞിരിക്കുന്നത്, ഒരു തരത്തിലും യുദ്ധം നിർത്താൻ ഞങ്ങൾ തയ്യാറല്ല എന്നാണ്. യുദ്ധം നിർത്തുന്നതിനെ പറ്റി ഞങ്ങൾ ആലോചിക്കുന്നില്ല എന്നാണ്. ബന്ദികളുടെ മോചനത്തെ പറ്റി ഇപ്പോഴൊന്നും ചിന്തിക്കാനേ പറ്റില്ല എന്നുള്ളതാണ്. ട്രംപ് പറയുന്നത് ബന്ദികളെ മോചിപ്പിച്ച് ഹമാസിനെയും തകർന്നു വരണമെന്നാണ് താൻ സത്യപ്രതിജ്ഞ ഏൽക്കുന്നതിന് മുമ്പ്. അതൊന്നും നടപ്പാക്കാൻ പോകുന്നില്ല എന്ന ശക്തമായ, എന്ന പച്ചയായ യാഥാർത്ഥ്യം ഹമാസ് പുറത്തുവിട്ടിരിക്കുന്നു. അവർ പറയുന്നു ട്രംപിനോട്, പോടാ പുല്ലേന്ന്, നിന്റെ ഏകാധിപത്യവും നിന്റെ ഷോയും ഒക്കെ അങ്ങ് അമേരിക്കയിൽ മതിയെന്ന്, ഇവിടെ ഗസയിൽ വേണ്ടെന്ന്, ഗസ ഞങ്ങൾ തീരുമാനിക്കുമെന്ന്. അതാണ് ഹമാസ് പറഞ്ഞിരിക്കുന്നത്. ഇതോടുകൂടി ഗസയിലെ യുദ്ധത്തിന് ഒരു ഒരു അറുതിയില്ലാതായി മാറി. മറുഭാഗത്ത് ഹിസ്ബുള്ളയുമായി ഇസ്രായേൽ യുദ്ധം ചെയ്ത് നാണം കിട്ടും. അമേരിക്കൻ സൈനികരും അമേരിക്കൻ പടക്കോപ്പുകളും ഒക്കെ ഉപയോഗിച്ച ഇസ്രായേൽ. പക്ഷേ നാണം കെടാനാണ് ഇസ്രായേലിന്റെ വിധി. നാണം കെടുക എന്നത് ഇസ്രായേലിന്റെ വിധിയാകുമ്പോൾ ആ വിധിയെ തകർക്കുക പ്രയാസമാണ്. ഇപ്പൊ ഹമാസിന്റെ നേർക്കാണ് ട്രംപിന്റെ കുതിരകയറ്റം. ഹിസ്ബുള്ളയുടെ നേർക്ക് കുതിര കയറുന്നില്ല. കാരണം വെച്ചാൽ കുതിര കയറി കഴിഞ്ഞാൽ പണി കിട്ടും. അവർ 8ന്റെ പണി തിരിച്ചു കൊടുക്കും. ഹമാസിന് ഹിസ്ബുള്ളയെ പോലെ ഒരു ആയുധ ശേഖരമൊന്നുമില്ല. അവർ പൊരുതുന്നത് അവരുടെ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യത്തിനായതുകൊണ്ടും അവർ പൊരുതുന്നത് ബങ്കറുകളിൽ നിന്നായതുകൊണ്ടും അവരെ പെട്ടെന്ന് കീഴടക്കാൻ കഴിയില്ല. മാത്രമല്ല, ഹമാസ് ഒരു കാര്യം പറഞ്ഞിരുന്നു, യഹിയ സിൻവർ കൊല്ലപ്പെട്ടെങ്കിൽ ഞങ്ങൾക്ക് 1000 യഹിയ സിൻവറുണ്ട്, അവർ പോരാടും ഇസ്രായേലിനെതിരെ. എന്തായാലും ഡൊണാൾഡ് ട്രംപ് ആകെ നാണം കെട്ടിരിക്കുന്നു. പ്രസിഡന്റ് കസേരയിലൊന്നും ഇരുന്നില്ലെന്നേ, അതിനു മുമ്പ് അങ്ങ് ഹമാസിനെ ഉന്മൂലനം ചെയ്യാൻ അങ്ങ് പറയുക. അവിടെയാണ് ട്രംപിന് പിഴച്ചത്. പ്രസിഡന്റ് കസേരയിൽ ഒന്നിരുന്ന ശേഷം പോലെ ഇതൊക്കെ ചെയ്യേണ്ടത്. അതിന് പ്രസിഡന്റ് കസേരയിൽ ഒന്ന് ഇരിപ്പുറപ്പിക്കണ്ടേ? ഇരിപ്പുറപ്പിക്കുന്നതിന് മുമ്പ്
ഇങ്ങനെ ഹമാസിനെ നശിപ്പിക്കാൻ ഞാൻ അധികാരത്തിലേറുന്നതിന് മുമ്പ് നിങ്ങൾ ഹമാസിനെ നശിപ്പിച്ചിരിക്കണം എന്നൊക്കെ ഇസ്രായേലിനോട് പറയുമ്പോൾ ഇസ്രായേലിനെ കൊണ്ട് നടക്കുന്ന കാര്യമല്ല അതൊന്നേ. ഇസ്രായേലിനെ കൊണ്ട് ഇതൊന്നും നടക്കില്ല. അവിടെ കിടന്ന് വെള്ളം കുടിക്കുകയാണ് ഇസ്രായേല്. ഇസ്രായേൽ സൈനികർക്ക് മനോവിഭ്രാന്തി പിടിപെട്ടിരിക്കുന്നു. കാരണം ഏത് തുരങ്കങ്ങളിൽ നിന്ന്, ഏത് ഒളിസങ്കേതങ്ങളിൽ നിന്ന് ഹമാസ് പോരാളികൾ വരുമെന്ന് അറിയാൻ പറ്റുന്നില്ല അവർക്ക്. അവരുടെ സൈനിക മേധാവി, ഹമാസിന്റെ സൈനിക മേധാവി സിൻവറിനെ വധിച്ചത് മാത്രമാണ് ഇതുവരെയുള്ള യുദ്ധത്തിൽ ഇസ്രായേൽ നേടിയ നേട്ടം. 48 മണിക്കൂറിനുള്ളിൽ ഹമാസിനെ ഉന്മൂലനം ചെയ്യും എന്ന് പറഞ്ഞിറങ്ങിയ ഇസ്രായേൽ സേനയ്ക്ക് ആകെ ചെയ്യാൻ കഴിഞ്ഞത് യഹ്യാ സിൻവറിനെ വധിച്ചത് മാത്രമാണ്. അല്ലാതെ ഒന്നും അവിടെ സംഭവിച്ചിട്ടില്ല. ഗസയിൽ നിന്ന് ഹമാസ് പൊരുതുകയാണ് ഇസ്രായേലിനെതിരെ. ഗസയിൽ നിന്ന് ഹമാസ് ശക്തമായ ആക്രമണങ്ങൾ നടത്തുകയാണ് ഇസ്രായേലിനെതിരെ. കരയുദ്ധത്തിൽ ഹമാസിനോട് കട്ടയ്ക്ക് നിൽക്കാൻ ഇസ്രായേലിന് പറ്റുന്നില്ല. അതെല്ലാ മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്തതാണ്. പൊളിറ്റിക്സ് കേരളം മാത്രമല്ല, എല്ലാ മാധ്യമങ്ങളും അത് റിപ്പോർട്ട് ചെയ്തതാണ്. അതിനിടയിലാണ് ഡൊണാൾഡ് ട്രംപ് വലിയൊരു ആവശ്യം മുന്നോട്ട് വച്ചിരിക്കുന്നത് ഇസ്രായേലിനെതിരെ. താൻ അധികാര കസേരയിൽ ഇരിക്കുന്നതിന് മുമ്പ് ഹമാസിനെ ഉന്മൂലനം ചെയ്യണം. ഈ കുട്ടിക്കളി കണക്കാണ്. ഈ വിക്രമാദിത്യ വേതാളം എന്ന് പറയുന്ന ഒരു കുട്ടിക്കളിയുണ്ട്. വിക്രമാദിത്യന്റെ ചുമലിൽ തൂങ്ങിയ വേതാളം. അതുപോലെയാണ് ഇപ്പോൾ ഇസ്രായേലിന്റെ സ്ഥിതി. അമേരിക്ക എന്ന ചുമലിൽ തൂങ്ങിയ വേതാളം. ആ പണ്ട് വിക്രമാദിത്യന്റെ ചുമലിൽ തൂങ്ങിയ വേതാളത്തിന് വിക്രമാദിത്യന് പറഞ്ഞു കൊടുക്കാൻ ഒരുപാട് കഥകളുണ്ടായി. ഇവിടെ കഥകളില്ലെന്ന്, മനുഷ്യരുടെ രോദനമാണെന്ന് പറഞ്ഞു കൊടുക്കേണ്ടത്. അമേരിക്കയിൽ പോലും ഈ ഇസ്രായേൽ നടത്തുന്ന വംശഹത്യക്കെതിരെ ശക്തമായ പ്രക്ഷോഭങ്ങൾ അരങ്ങേറുന്നു. മാത്രമല്ല ഹമാസിന്റെ ആ ചെറുത്തു നിൽപ്പ്, ഇത്രയും കാലം അവർ ചെറുത്തു നിന്നു, ചില്ലറ കാര്യമല്ല. യുദ്ധം തുടങ്ങിയിട്ട് ഏറെക്കാലമായി. 48 മണിക്കൂർ കൊണ്ട് ഹമാസിനെ ഉന്മൂലനം ചെയ്യാൻ ഇറങ്ങിത്തിരിച്ച നെതന്യാഹുവിന് ഒന്നും ഹമാസിനെ ചെയ്യാൻ പറ്റിയിട്ടില്ല. കാലം കുറെ ആയി യുദ്ധം തുടങ്ങിയിട്ട്. കാലങ്ങൾ മാറി മറിയും തോറും യുദ്ധത്തിന്റെ തീഷ്ണത വർദ്ധിച്ചു വരുന്നു. യഹ്യാ സിൻവറിനെ കൊല ചെയ്തത് ഇസ്രായേലിന്റെ നേട്ടമായി ഇസ്രായേൽ കണക്കാക്കുമ്പോൾ അത് സ്വാഭാവികമായ ഒരു സ്ഥിതിവിശേഷമായാണ് ഹമാസ് കണക്കാക്കുന്നത്. കാരണം അവരുടെ മേധാവികൾ കൊല്ലപ്പെടും. അടുത്ത ജനറേഷൻ അത് ഏറ്റെടുക്കും. അതൊക്കെയാണ് ഹമാസിന്റെ രീതി. എന്തായാലും ആകെ മൊത്തം ഡൊണാൾഡ് ട്രംപ് പെട്ടിരിക്കുകയാണ്. അയാൾ അമേരിക്കൻ പ്രസിഡന്റ് കസേരയിലൊന്നും ഇരുന്നില്ല. അതിനു മുമ്പ് തന്നെ ആദ്യമായി ഹമാസിനെ ഉന്മൂലനം ചെയ്യാൻ ഇസ്രായേലിന് പച്ചക്കൊടി കാട്ടിയിരിക്കുന്നു. ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം ഇത് വലിയൊരു വിജയമാണ്. കാരണം ട്രംപ് നമ്മുടെ കൂടെ ഉണ്ടല്ലോ, അമേരിക്കൻ പ്രസിഡന്റ് കൂടെ ഉണ്ടല്ലോ. അതുകൊണ്ട് അങ്ങ് കയറി മുട്ടാം എന്നാണ് വിചാരിക്കുന്നത്. പക്ഷെ ഹമാസ് പറയുന്നു യുദ്ധത്തിന്റെ അനുരഞ്ജന ചർച്ചയ്ക്കും ഞങ്ങളില്ല, സമാധാന ചർച്ചയ്ക്കും ഞങ്ങളില്ല. പിന്നെ ട്രംപിന്റെ അമേരിക്കൻ സൈന്യം ഗസയിലെ തെരുവുകളിൽ വന്നാൽ അത് ഞങ്ങൾ നേരിട്ടോളാം. ഇതാണ് അവർ പറയുന്നത്. വാടാ പുല്ലേ എന്ന് പറഞ്ഞിരിക്കുന്നു ട്രംപിനോട് ഹമാസ്.